അസ്സലാമു നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിനായിട്ട് നമുക്ക് ഓൺ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാം. അതിൽ ഒരു അലുമിനിയം ചെരുവത്തിൽ 1/2 കിലോയോളം ഉപ്പ് നന്നായിട്ട് നിരത്തിയതിന് ശേഷം ഒരു റിങ് ഇറക്കി വെക്കുക. പിന്നീട് അത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണിത്. പിന്നീട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് കൊട്ടുക. പിന്നീട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിപ്പ ഉപയോഗിച്ച് ഏകദേശം 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആകത്തുള്ളൂ. 3 പ്രാവശ്യം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കുക. പിന്നീട് 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തതും അതും മാറ്റി വെക്കുക. പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 4 മുട്ട പൊട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കുക. പിന്നീട് 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ആ മുട്ടയും പഞ്ചസാരയും അടിച്ച് ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കുക. പിന്നീട് 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. 4 മുട്ട, ബട്ടർ 50 ഗ്രാം, പഞ്ചസാര, തൈര്, പിന്നീട് 1/2 ടീസ്പൂൺ വാനില എസൻസ്. അത് മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാകാതിരിക്കണം വാനില എസൻസ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് റെഡ് കളറിന് വേണ്ടി സൂപ്പർ റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തിരുന്നത്. ഒരു 1/2 ടീസ്പൂൺ സൂപ്പർ റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒഴിക്കുക. പിന്നീട് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് പതുക്കെ സ്ലോലി ആയിട്ട് പതുക്കെ വേണം ഒന്ന് ഇളക്കാനായിട്ട്. ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പം ഇളക്കാവുള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിന് ശകലം തിക്നെസ് കൂടുതലാണെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് നന്നായിട്ട് ബട്ടർ അതിന് ചുറ്റും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് അതിലൊരു ഭാരമുള്ള സാധനം എന്തെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ 55 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കുക. ഏകദേശം കുക്കായിട്ടുണ്ട്, വളരെ സോഫ്റ്റാണ്. പിന്നീട് കേക്കിൻ്റെ ബാറ്റർ വെന്തതിന് ശേഷം മാറ്റി വെക്കുക. പിന്നീട് 4 മണിക്കൂർ മിക്സിയുടെ ജാറ് തണുപ്പിച്ചതിന് ശേഷം അതിലോട്ട് 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുക. പിന്നീട് നമ്മൾ വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന്, അതായത് 100 ഗ്രാം വിപ്പിംഗ് പൗഡർ 5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ആ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തെടുക്കുക. പിന്നീട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുക. വിപ്പിംഗ് പൗഡർ തയ്യാറാക്കുമ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മിക്സിയുടെ ജാർ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ വിപ്പിംഗ് ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് അടിച്ചെടുക്കാവുള്ളൂ. പിന്നീട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നീട് നമ്മുടെ ക്രീം ചീസ് റെഡിയാക്കാനായിട്ട് 2 കവറ് പാല് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പിന്നീട് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ ആക്കിയെടുക്കുക. പാൽ ഏകദേശം ഒന്ന് പിരിയുന്ന പരുവമാക്കിയെടുക്കുക. പിന്നീട് അത് നന്നായിട്ടൊന്നൊരു വെള്ള തുണിയിൽ ഒന്ന് അരിച്ചെടുക്കുക. നമ്മുടെ ക്രീം ചീസ് തയ്യാറാക്കാനായിട്ടാണ്. അല്പം പോലും പാലിൽ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ക്രീം ചീസ് തയ്യാറാക്കാനായിട്ട്. ഏകദേശം ഒരു പനീറൊക്കെ തയ്യാറാക്കുന്ന ഒരു പരുവമാണ്. നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമയം ഒന്ന് പിഴിഞ്ഞ് കളയുക. ഒത്തിരി അങ്ങ് വെള്ളമയം പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഒരു ശകലം വെള്ളമയം ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് നമുക്കൊന്ന് മാറ്റി നോക്കാം.
വളരെ സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായി. നമ്മുടെ ക്രീം ചീസ് ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് പൗഡറിൽ അടിച്ചു വെച്ചിരിക്കുന്നതിലോട്ട് നമ്മുടെ ക്രീം ചീസിൻ്റെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 1/2 ടീസ്പൂണ്, അതായത് 1/2 ടീസ്പൂണല്ല 4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് ക്രീം ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കളറാണ്. റെഡ് കളർ, നല്ല ഒരു എടുത്ത് കാണിക്കുന്ന ഒരു റെഡ് കളറാണ്. നമ്മുടെ കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ ഞാൻ ഏകദേശം 3 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരയുക. പിന്നീട് ഒരു ത്രെഡ് ഉപയോഗിച്ച് കറക്റ്റ് അളവിന് നമുക്ക് എടുക്കാൻ പറ്റും. ത്രെഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞ സൈഡിൽ കൂടെ നൂല് കറക്റ്റ് എടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് വലിക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് വളരെ തിക്നെസ് കുറച്ച് 3 ലെയറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏകദേശം 3 ലെയറാക്കി എടുത്തിരിക്കുന്നതാണിത്. പിന്നീട് നമ്മുടെ കേക്കിൻ്റെ ടേബിൾ തയ്യാറാക്കി നമ്മുടെ കേക്ക് ഒന്ന് സെറ്റാക്കാനായിട്ട് ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം അതിൽ പഞ്ചസാര സിറപ്പ് റെഡിയാക്കി അതിലോട്ട് സ്പ്രെഡ് ചെയ്തു. ഞാൻ പഞ്ചസാര സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ക്രീം, അതായത് ചീസ് ക്രീമും വിപ്പിംഗ് പൗഡറിൻ്റെ ക്രീമും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫസ്റ്റ് ലെയറിൽ ക്രീം തേച്ചിരിക്കുന്നത്. പിന്നീട് സെക്കൻഡ് ലെയറിൽ നമ്മുടെ ക്രീം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നത് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ആണ് ഞാൻ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയത്. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയതിന് ആ കൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ ക്രീമെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. 3ാമത്തെ ലെയറും എടുത്തു വെച്ചു. വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് എടുക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കണം അത് പൊടിഞ്ഞു പോകാതെ. പിന്നീട് പഞ്ചസാര സിറപ്പ് അതിലോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ക്രീം ചീസും നമ്മുടെ ക്രീമും കൂടെ ആഡ് ചെയ്ത് അതിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നീട് ആ ക്രീമെല്ലാം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ജസ്റ്റ് ഒരു റെഡ് കളർ ആഡ് ചെയ്താണ് ഞാൻ ഈ ഡെക്കറേഷനായിട്ടുള്ള ക്രീം തയ്യാറാക്കിയത്. വളരെ സോഫ്റ്റാണ്. ഏകദേശം നമ്മുടെ ക്രീമെല്ലാം ഒരു അടിപൊളി ടേസ്റ്റോടു കൂടിയാണ് സെറ്റായിരിക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ക്രീമെല്ലാം ചെറിയ ഡോട്ടുകളെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറീസ് അതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കേക്കിൻ്റെ ക്രീമെല്ലാം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് വെച്ച് അതിന് ശേഷം കട്ട് ചെയ്തതാണ് ഈ കേക്ക്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഈ കേക്കിൻ്റെ റെസിപ്പി. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കേണ്ടതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.